काम करने आया तो काम करो, मोबाइल में टाइम पास मत करो। दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी मैं तो मोबाइल चुप रहो, सब जाओ जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ കയ്യിൽ. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങി വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവനെ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിലും കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് വന്നപ്പോ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചല്ലേ. അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാൾ നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം, ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട്. എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നേ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം.
അത് ശരി, ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ്, ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് ഇത് എന്ത് പറ്റി? വാതിലടയ്ക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ?